ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനൊരു സാധാരണ കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. എന്ന് വെച്ചാൽ ഒരു ജീവനുള്ള ഒരു വിശ്വാസി ആയിരുന്നില്ല. മാതാപിതാക്കൾ ചെയ്തു വന്നിരുന്ന പള്ളിയിൽ പോകുന്നതും ഞായറാഴ്ച ദിവസം പള്ളിയിൽ പോകുന്നത്, കുടുംബ പ്രാർത്ഥന, ജപമാല, ഇതെല്ലാം മുടങ്ങാതെ ഞാനും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ അതെല്ലാം അവർ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നല്ലാതെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ളൊരു ദാഹമോ അങ്ങനെ ജീവനുള്ള വിശ്വാസം, ദൈവമുണ്ട്, ഈശോ ഉണ്ട്, അതൊക്കെ അറിയാം, ബുദ്ധിയുടെ തലത്തിലെല്ലാം അറിയാം. പക്ഷേ അങ്ങനെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലാത്ത ഒരു വിശ്വാസിയായിട്ടാണ് ഞാൻ വളർന്നു വന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ തന്നെ ദൈവം, ഞാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയെ, ഞാൻ മുമ്പ് പരിചയപ്പെട്ടൊരു വ്യക്തിയെ തന്നെ മാതാപിതാക്കളിലൂടെ ജീവിത പങ്കാളിയായിട്ട് ദൈവം എനിക്ക് നൽകി. അതിനുശേഷമാണ്, പക്ഷേ ദൈവം എനിക്ക് എല്ലാം തന്നുവെങ്കിലും ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ഈശോയുടെ സ്നേഹമൊന്നും അനുഭവിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു. ആളും വിശ്വാസിയാണ്, ഈ പറഞ്ഞതുപോലെ സാധാരണ കത്തോലിക്ക വിശ്വാസി, ജീവനില്ലാത്ത കത്തോലിക്ക വിശ്വാസി എന്നുള്ള രീതിയിൽ ഞങ്ങൾ ജീവിച്ചു വരികയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകൾ വരാൻ തുടങ്ങി. സാമ്പത്തിക തകർച്ച. ഒരു ദുസ്വഭാവങ്ങളും ഇല്ലാത്ത വ്യക്തിയാണ്, എന്നാലും അടിക്കടി ഞങ്ങളുടെ സാമ്പത്തിക മേഖല തകർന്നുകൊണ്ടിരുന്നു. ഒരു തരത്തിലും അതൊന്ന് കരകയറാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഞങ്ങൾ തീരുമാനിക്കുകയാണ്, ആരെങ്കിലും ഒരാൾ പുറത്തു പോയാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷ നേടാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ ഞാൻ സ്നേഹിച്ച വ്യക്തിയെ ദൈവം എനിക്ക് തന്നതാണ്. എനിക്ക് ഒരു തരത്തിലും, ഞാൻ ആ ആളെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആ ആളെ വിട്ടു പോവാന്ന് പറഞ്ഞത്, ആളെന്നിൽ നിന്നോ ഞാൻ ആളിൽ നിന്നോ വേറിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞത് എനിക്കത് സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അത്രമാത്രം ഞാൻ ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു. പിന്നീടാണ് ഈ തകർച്ചകൾ വന്നപ്പോൾ എൻ്റെ അടുത്ത ആൾ പറഞ്ഞു, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ വിദേശത്തുണ്ട്, അവിടേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ തടഞ്ഞുകൊണ്ടിരുന്നു. ഒരു തരത്തിലും അതിന് ഞാൻ യെസ് പറഞ്ഞില്ല. കാരണം എനിക്ക് വിട്ടുപോകാൻ പറ്റില്ലായിരുന്നു. ആളെ വിട്ടിട്ട് വേറെ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലായിരുന്നു. പിന്നീട് എനിക്ക് ജീവിതത്തിൽ ആളെ വിട്ടുപോകാൻ പറ്റില്ല എന്നുള്ളതിനേക്കാൾ ഉപരി എൻ്റെ കസിൻ സിസ്റ്ററിനോട് പറയാമെന്ന് പറഞ്ഞാൽ അത് എൻ്റെ സെലക്ഷനായിട്ടാണ് ഞാൻ അന്ന് വരെ കണ്ടിരുന്നത്. എൻ്റെ ജീവിത പങ്കാളിയെ ഞാൻ സെലക്ട് ചെയ്തു. ദൈവത്തിന് അതിനുള്ള ഇടപെടൽ ദൈവം തന്നു, അനുവദിച്ച് തന്നു എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ കസിൻ സിസ്റ്ററിനോട് ഇവിടേക്ക് പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ചോദിക്കുന്നതിനേക്കാളും നല്ലത് ആളുടെ ഏതെങ്കിലും ബന്ധുമിത്രാദികൾ വഴി പോവുകയാണെങ്കിൽ ഞാൻ അവിടെ താഴേണ്ടി വരില്ലല്ലോ. എൻ്റെ അഹങ്കാരമായിരുന്നു അത്. കാരണം ഞാൻ ഇവിടുത്തെ കുറവുകളൊന്നും, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള കുറവുകളൊന്നും ഞാൻ അറിയിച്ചിരുന്നില്ല. കാരണം അതെനിക്കുള്ള കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി, യാതൊരു നിവൃത്തിയില്ല, വിട്ടുപിരിയാതെ ആരെങ്കിലും ഒരാൾ പുറത്തു പോകാതെ ഞങ്ങളുടെ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങൾക്ക് മോചനം ഉണ്ടാവില്ല. അത് ഉറപ്പായപ്പോൾ അത് കുറച്ച് വർഷങ്ങളെടുത്തു. തീരുമാനം എടുക്കുകയാണ്, ഞങ്ങൾ എന്തായാലും ആരെങ്കിലും ഒരാൾ പോകണം. അങ്ങനെ എൻ്റെ കസിൻ സിസ്റ്ററെ അറിയിച്ചു. അവർ തയ്യാറായി. അങ്ങനെ അത് തയ്യാറാക്കാനായിട്ട് കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഏക മകളാണ്, ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്ന് അവർക്ക് അറിയില്ല. അതൊക്കെ പറഞ്ഞ് അവസാനം തീരുമാനമെടുത്ത് ആൾ പോകാനുള്ള ആളുടെ കാര്യങ്ങളെല്ലാം പേപ്പറുകളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്, എൻ്റെ ബന്ധുമിത്രാദികളാണ് അവിടെ. അവരുടെ മുമ്പിൽ എൻ്റെ ജീവിത പങ്കാളി ചെറുതാവാൻ പാടില്ല. ചെന്ന ഉടനെ ജോലിയൊന്നും കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ കുരിശ് ഞാൻ ഏറ്റെടുക്കല്ലേ നല്ലത്. ജീവിത പങ്കാളി വിഷമിക്കുന്നതിനേക്കാളും ഞാൻ ഏറ്റെടുക്കല്ലേ നല്ലത്. അങ്ങനെ ഞാൻ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ഞാൻ പോകാം, ഞാൻ പോയ പെണ്ണാണ്, അപ്പോൾ അതുകൊണ്ട് നേഴ്സിംഗ് മേഖലയൊക്കെ പെട്ടെന്ന് ഞാൻ പഠിച്ച് ജോലി കിട്ടാൻ സാധ്യത പെണ്ണുങ്ങൾക്കാണ്, നേഴ്സിംഗ് ഫീൽഡാണ്. അപ്പോൾ ഞാൻ പോകുമായിരിക്കും നല്ലത്. പിന്നെ എൻ്റെ ബന്ധുക്കളാണല്ലോ, എനിക്ക് കുറേയും കൂടി ഈസി അപ്രോച്ച് ആയിരിക്കും.
അപ്പോൾ അങ്ങനെ പോകാൻ തീരുമാനിച്ച് അത് ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി. അപ്പോൾ എനിക്ക് മനസ്സില്ല, എങ്ങനെയെങ്കിലും കടബാധ്യതയില്ലാത്ത എൻ്റെ ജീവിത പങ്കാളിയുടെ മുഖം ഒന്ന് കാണണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ യെസ് പറഞ്ഞതും അതിനായിട്ട് തുനിയുന്നതും. അങ്ങനെ തീരുമാനമെടുത്ത് പേപ്പറുകളെല്ലാം ശരിയായി പോകേണ്ട ദിവസമായി 1991 ഫെബ്രുവരി 23 ഡൽഹിയിൽ നിന്ന് എന്നെ യാത്രയ്ക്കാണ്. ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നതാണ്. പക്ഷേ കടബാധ്യത അത് ഞങ്ങൾക്ക് കിട്ടുന്ന വാരായേക്കാളും എല്ലാം വളരെ അധികമായിരുന്നു. ഒരു തരത്തിലും നിവൃത്തിയില്ലാതെയാണ് തീരുമാനമെടുത്തത്. അങ്ങനെ ഡൽഹിയിൽ നിന്ന് എൻ്റെ ജീവിത പങ്കാളി ആയിട്ട് ഡൽഹിയിൽ പോയി. അവിടെ നിന്ന് ഞാൻ പ്ലെയിനിൽ കയറുകയാണ്. ആ സമയം എൻ്റെ മനസ്സ് എന്ന് പറയുന്നത് എനിക്കിത് ഞാൻ എന്നെ തന്നെ ഒരു പാറ പോലെയാക്കി തീർക്കുകയാണ്. കാരണം യാതൊരു വികാരങ്ങളും ഇല്ലാതെയാണ്, ഒരു സങ്കടവും യാതൊരു ഫീലിങ്സും ഇല്ല, ഒന്നുമില്ലാതെ ഞാൻ ജീവിത പങ്കാളിയോട് ബൈ പറഞ്ഞിട്ട് പ്ലെയിനിൽ കയറുകയാണ്. കാരണം മറ്റൊരു നിവൃത്തിയില്ല. കാരണം എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ എന്നെ തന്നെ ഒരു പാറ പോലെയാക്കി തീർത്തത്. അങ്ങനെ ഞാൻ പ്ലെയിനിൽ കയറി. പ്ലെയിനിലിരുന്ന് എനിക്ക് ആരോടും മനുഷ്യരോടൊന്നും സംസാരിക്കാനോ മനുഷ്യരോട് ഇടപഴകാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ആരുമായിട്ട് ബന്ധപ്പെടാനോ ഇടപഴകാനോ ചിന്തിക്കാനോ ഒന്നും ഇതില്ലാതെ, അതിനുള്ള ഒരു താല്പര്യമില്ലാതെ ഞാനൊരു ജീവച്ഛവമായിട്ട് പ്ലെയിനിൽ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത് ഇരുന്നിരുന്ന ഒരു വിദേശ വനിത, അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, പേര് ചോദിച്ചു. ഉത്തരം പറഞ്ഞു. അവളുടെ പേര് പറഞ്ഞു സോണിയ. അവൾ സ്വിറ്റ്സർലൻഡിലേക്ക് പോവുകയാണ്. ഞാൻ പ്രത്യേകം സംസാരിക്കാൻ താല്പര്യം കാണിച്ചില്ല. ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. അങ്ങനെ കുറച്ച് നേരം ഈ പാറയായ ഞാൻ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക്, എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു ചോദ്യം, എൻ്റെ സ്വഭാവത്തെ, എൻ്റെ സ്വപ്നങ്ങളെ എല്ലാം മാറ്റിമറിച്ച ഒരു ചോദ്യമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ ചോദ്യം എന്നോട് ചോദിച്ചത് ഈശോ തന്നെയായിരുന്നു. ചോദ്യം ഇതായിരുന്നു: നിൻ്റെ ജീവിതത്തിൻ്റെ, നിൻ്റെ ഈ യാത്രയുടെ ലക്ഷ്യം എന്താണ്? നിൻ്റെ ഈ ജീവിതത്തിൻ്റെ, ഈ ജീവിതയാത്രയുടെ ലക്ഷ്യം എന്താണ്? ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞു. പാപകരമല്ലാത്ത എന്തെങ്കിലും ജോലി, എന്ത് ജോലിയായാലും അത് സമ്പാദിച്ച് പൈസ ഉണ്ടാക്കണം, ഈ കടബാധ്യതകളെല്ലാം വീട്ടണം, തിരിച്ച് നാട്ടിൽ വന്ന് നാട്ടിൽ തന്നെ ജീവിത പങ്കാളിയായിട്ട് ഒന്നിച്ച് ജീവിക്കണം. ഉടനെ അടുത്തൊരു ചോദ്യം, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ ഉത്തരം പറയുന്നതോടെ അടുത്തൊരു ചോദ്യം, ആ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: നീ ഈ കടബാധ്യതയില്ലാത്ത ജീവിത പങ്കാളിയെ ആയിട്ട് ഒന്നിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ്റെ ജീവൻ എൻ്റെ കയ്യിലാണ്. അവൻ്റെ സൃഷ്ടാവാണ് ഞാൻ. അവൻ്റെ ജീവൻ ഞാൻ ഈ നിമിഷം എടുക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതയാത്രയുടെ ലക്ഷ്യം എന്താണ്? ആ ചോദ്യം കേട്ടപ്പോൾ ഞാൻ പകച്ചുപോയി. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ശരിയാണ്, മനുഷ്യൻ്റെ ജീവിതം എന്ന് തീരും എന്ന് നമുക്കറിയില്ല. അതിൻ്റെ പരിമിതികളെക്കുറിച്ച് അപ്പോഴാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത്. എൻ്റെ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും സംഭവിച്ചാലേ എനിക്ക് ഒരു തരത്തിലും അവിടെ എത്തിപ്പെടാൻ സാധിക്കില്ല. കാരണം എന്നെ വിദേശത്തേക്ക് കൊണ്ടുവരാൻ സമ്മതിച്ച, അതിന് മുൻകൈ എടുത്ത എൻ്റെ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത് മിനിമം 4 വർഷമെങ്കിലും കഴിയാതെ ജീവിത പങ്കാളിയെ കാണാൻ സാധിക്കില്ല. 1 വർഷം അവിടെ വന്ന് അവിടുത്തെ ഭാഷ പഠിക്കണം. അത് കഴിഞ്ഞ് 2 വർഷം എങ്കിലും നേഴ്സിംഗ് അസിസ്റ്റൻ്റ് കോഴ്സ് പഠിക്കണം. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് 4-ാം വർഷം ജോലി ആയതിനു ശേഷമാണ് ജീവിത പങ്കാളിയെ കാണാനോ ജീവിത പങ്കാളിയെ കൊണ്ടുവരാനോ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ 4 വർഷം എന്ന് പറയുന്നത് ഒരു കടൽ പോലെ എൻ്റെ മുമ്പിൽ കിടക്കുകയാണ്. എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ എന്നെ തന്നെ പറയാക്കിയത്. ആ സമയത്താണ് ഈ നിമിഷം അവൻ്റെ ജീവൻ ഞാൻ എടുക്കുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, നിൻ്റെ യാത്രയുടെ ലക്ഷ്യം എന്താണെന്ന് എന്നോടുള്ള ചോദ്യം വരുന്നത്. അതിനെനിക്ക് ഉത്തരമില്ലായിരുന്നു. ഈ ചിന്തകളൊക്കെ എന്നിലൂടെ കടന്നുപോയി. മനുഷ്യൻ ഏതു നിമിഷവും മരിച്ചു പോകാം. അവൻ സ്ഥിരമല്ല, ഇവിടെ നിത്യതയില്ല. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഡാഡി, മമ്മി, എൻ്റെ ചേട്ടൻ, എൻ്റെ അനുജൻ,
അവരാണ് എൻ്റെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ. ഇവരൊന്നും എന്നും നിലനിൽക്കുന്നവരല്ല. ഏത് നിമിഷവും എന്നെ വിട്ടു പോകാം. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിക്ക് ഇപ്പം എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈ നിമിഷം ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് തികഞ്ഞ ബോധ്യത്തോടെ ഞാൻ വിളിക്കുകയാണ് എൻ്റെ ദൈവമേ എന്ന്. അത് ഉറക്കെയായിരുന്നില്ല, ശബ്ദം ഉറക്കെയായിരുന്നില്ല പുറത്തേക്ക്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ ഇതിനേക്കാൾ ഉറക്കെ എനിക്ക് വിളിക്കാൻ പറ്റില്ല. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദാഹത്തോടെ ആ നിത്യനായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, എന്നെന്നും നിലനിൽക്കുന്ന ദൈവത്തെ ഞാൻ വിളിക്കുകയാണ് എൻ്റെ ദൈവമേ. അതൊരു വിളിയായിരുന്നു. അതെൻ്റെ ദാഹത്തിൻ്റെ തുടക്കമായിരുന്നു. അതെൻ്റെ ദൈവാന്വേഷണത്തിൻ്റെ ആരംഭമായിരുന്നു. അത് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുന്നതിൻ്റെ തുടക്കമായിരുന്നു. ദൈവം എന്നെ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്ര കാലങ്ങളിലും. പക്ഷെ ഈ ചോദ്യമാണ് ദൈവത്തിലേക്ക് എൻ്റെ കണ്ണുകളെ, എൻ്റെ ഹൃദയത്തെ ഉയർത്തിയത്. ആ ആഴത്തിലുള്ള ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ദൈവമേ എന്ന് വിളിച്ച ആ നിമിഷം മുതൽ എൻ്റെ പാറ പോലെ ഇരുന്ന എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം അത് ഫ്ലെക്സിബിൾ ആവാൻ തുടങ്ങി. ഞാൻ എൻ്റെ ചുറ്റുപാടും നോക്കാൻ തുടങ്ങി. എൻ്റെ അടുത്തിരിക്കുന്ന വ്യക്തിയെ നോക്കാൻ തുടങ്ങി. എനിക്ക് അവിടെ നിന്ന് എഴുന്നേൽക്കണം എന്നുള്ളൊരു പ്രചോദനം വന്നു. ഇതെല്ലാം ഈ വിളിക്ക് ശേഷമാണ്. ദൈവത്തെ ഹൃദയത്തിൽ വിളിച്ച ആ വിളിക്ക് ശേഷമാണ് ഈ ഒരു മാറ്റം എൻ്റെ ശരീരത്തിൽ, എൻ്റെ മനസ്സിൽ മാറ്റം വന്നു തുടങ്ങിയത്. ഞാൻ ആ സീറ്റിൽ നിന്ന് മെല്ലെ എൻ്റെ കൂടെ സഹയാത്രികയോട് സ്ഥലം ചോദിച്ച് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു. അതൊന്ന് മാറി നിൽക്കുക, ഞാൻ എഴുന്നേൽക്കട്ടെ, മാറി നിൽക്കാണ്ട് കടന്നു പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പ്ലെയിനിൻ്റെ മുൻനിരയിലേക്ക് നടന്നു. അങ്ങനെ ഞാൻ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് മുൻനിരയിലേക്ക് നടക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ അവിടെ കുറച്ച് സിസ്റ്റേഴ്സ്, മദർ തെരേസ കോൺഗ്രിഗേഷനിലെ സിസ്റ്റേഴ്സ്, അവരുടെ വസ്ത്രധാരണം കണ്ടാൽ അറിയാലോ. ആ സിസ്റ്റേഴ്സ് പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട്, അവർ ഫ്രാങ്ക്ഫർട്ടിലേക്കാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് ഓർമ്മയില്ല, അവരെ അഡോപ്റ്റ് ചെയ്ത് കുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. പിഞ്ച് കുഞ്ഞുങ്ങളാണ്. ഞാൻ അവരോട് ആ കുഞ്ഞുങ്ങളെ എടുത്ത് താലോലിച്ചു. ആ സിസ്റ്റേഴ്സിനോട് ഞാൻ സംസാരിച്ചു. ആ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൃഷ്ടികൾ മറുവശത്തേക്ക്, പ്ലെയിനിൻ്റെ മറുവശത്തേക്ക് നോക്കിയപ്പോൾ അവിടെ കൂനിക്കൂടി വയസ്സായ ഒരു സിസ്റ്റർ ഇരിക്കുന്നു. ഞാൻ അന്ന് ഒന്നും ടി വി ഇല്ലാത്ത കാലമാണ്. ഞാൻ ടി വി ഒന്നും കണ്ടിട്ടില്ല. 91 അപ്പോൾ ആ സമയത്ത് മദർ തെരേസയുടെ ചിത്രം മറ്റേ പേപ്പറിലെല്ലാം കണ്ടിട്ടുണ്ട്. അതുപോലെ ഇരിക്കുന്ന ഒരു സിസ്റ്റർ. ഞാൻ ഈ സിസ്റ്റേഴ്സിനോട് ചോദിച്ചു, അത് ആരാണ്, ഇരിക്കുന്നത് ആരാണ്? അവർ പറഞ്ഞു അതാണ് മദർ തെരേസയാണ്. അപ്പോൾ എനിക്ക് അതിശയമായി. ഞാൻ ചോദിച്ചു, ഞാൻ അങ്ങോട്ടൊന്ന് പോയിക്കോട്ടെ? ആ പോയിക്കോളൂ. ഞാൻ അങ്ങനെ ആ മദർ ഇരിക്കുന്ന ഭാഗത്തേക്ക് നടക്കുകയാണ്. അവിടെ 3 സീറ്റാണ് സാധാരണ കേസിലുള്ള 3 സീറ്റിൽ. ഒരു സീറ്റിൽ ഏറ്റവും അറ്റത്ത് വിൻഡോ സീറ്റിൽ സിസ്റ്റർ ഇരിക്കുന്നുണ്ട്, മറ്റു 2 സീറ്റിലും ആൾക്കാരില്ല. സിസ്റ്റർ ആണെങ്കിൽ ജനലയിലൂടെ ആകാശത്തേക്ക് നോക്കി നിൽക്കുകയാണ്. കയ്യിലൊരു ലെറ്റർ പാഡ് ഉണ്ട്, ഒരു പെൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ആ ദൃശ്യം എനിക്ക് ഇപ്പോഴും ജീവനുള്ളതായിട്ട് ഞാൻ അനുഭവിക്കുകയാണ് ഇപ്പോഴും. സിസ്റ്റർ ജനലയിലൂടെ മേഘങ്ങളിലേക്ക് നോക്കുകയാണ്. അത് നോക്കിയിരിക്കുകയാണ്. ഞാൻ അടുത്ത് വന്നത് സിസ്റ്റർ കാണുന്നില്ല. ഉടനെ എൻ്റെ മനസ്സിൽ അവിടെ മുട്ടുകുത്താനുള്ളൊരു പ്രേരണ ഞാൻ തീർച്ചയായും പറയാം, ദൈവം എന്നെ അവിടെ മുട്ടുകുത്തിച്ചു. 2 സീറ്റ് ഒഴിവാണല്ലോ, അവർക്ക് കാല് വെക്കുന്ന ആ ഭാഗത്ത് ഞാൻ അവിടെ മദറിൻ്റെ തൊട്ടടുത്ത് മുട്ടുകുത്തി നിന്നു, കൈകൂപ്പി നിന്നു. ആ ശബ്ദം കേട്ടപ്പോൾ മദർ തിരിഞ്ഞു നോക്കി എന്നെ കണ്ടു. അപ്പോൾ ഞാൻ മദറിൻ്റെ അടുത്ത് പറയുകയാണ്, ഒരു കടലിൽ വീണ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലാണ് ഞാൻ. നീന്തലറിയാത്ത ഒരു കൊച്ച് കടലിൽ വീണാൽ എങ്ങനെയിരിക്കും, ആ അവസ്ഥയിലാണ് ഞാൻ. കാരണം 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് വീണ്ടും കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ജോലി തേടി ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എങ്ങനെ ഈ 4 വർഷം കടന്നു പോകുമെന്ന് എനിക്ക് അറിയില്ല. ആ കുട്ടിയുടെ അവസ്ഥയാണ് ഞാൻ. എനിക്കതിനുള്ള ശക്തിയില്ല. മദർ എനിക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. മദർ പുഞ്ചിരിച്ചുകൊണ്ട് ആ വിറയ്ക്കുന്ന കൈകൾ എൻ്റെ ശിരസിൽ വെച്ചു. ഞാനവിടെ മുട്ടുകുത്തി കൈകൂപ്പി നിൽക്കുകയാണ്, കുമ്പിട്ട് നിൽക്കുകയാണ്. എൻ്റെ തലകളിൽ കൈവച്ച് മദർ പ്രാർത്ഥിച്ചു.
ഈ ഒരു പ്രാർത്ഥന, ഈ ഒരു അനുഭവം, മദറിൻ്റെ കൈകൾ എൻ്റെ തലകളിൽ വെച്ചത് ഞാൻ കാണുന്നു. അത് ദൈവമാണ് പ്രവർത്തിച്ചത്. ദൈവത്തിൻ്റെ അടിക്കുറിപ്പാണ്. ദൈവം അത് ഉറപ്പിക്കുകയാണ്. എൻ്റെ വിളി, ദൈവമേ എന്നുള്ള വിളി, അത് ദൈവം അതിൻ്റെ ഉത്തരം എനിക്ക് നൽകുകയാണ്. മദറിൻ്റെ കൈകളിലൂടെ ആ അനുഗ്രഹം എനിക്ക് കിട്ടിയത് ദൈവത്തിൻ്റെ ഉത്തരമായിരുന്നു. എൻ്റെ ശരീരത്തിൽ ആ നിമിഷം, ഞാൻ വിളിച്ച ആ നിമിഷമേ എൻ്റെ ശരീരത്തിലും മനസ്സിലും അതിൻ്റെ വ്യതിയാനങ്ങൾ കണ്ടിട്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ. അങ്ങനെ മദർ എന്നെ അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഹൃദയം മുഴുവൻ സന്തോഷത്തോടെ ഒത്തിരി പേർക്ക് പങ്കുവയ്ക്കണം ഈ ആനന്ദം, ദൈവമേ എന്ന് വിളിച്ചപ്പോഴുള്ള ആനന്ദം എന്നുള്ള ആ ഒരു ത്വരയോടെ ഞാൻ കടന്നു വരികയാണ്. എൻ്റെ സീറ്റിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ എൻ്റെ സീറ്റിലിരിക്കുമ്പോൾ ഞാൻ വളരെ ഒത്തിരി സന്തോഷവതിയായിട്ടാണ് എൻ്റെ സഹയാത്രികയോട് ഞാൻ പറയുകയാണ്. അവരെന്നോടൊന്നും ചോദിക്കുന്നില്ല. ഞാൻ അവരോട് പറയാണ്, ഞാൻ മദർ തെരേസയെ കണ്ടു. അപ്പോഴവർ പറഞ്ഞു, മദർ തെരേസയോ? ഞാൻ പറഞ്ഞു, ഈ പ്ലെയിനിലുണ്ട്. ഞാനിപ്പോൾ അവരെടുത്ത് പോയിട്ടാണ് വരുന്നത്. അവരെന്നെ ബ്ലെസ് ചെയ്തു. അവരുടനെ പറഞ്ഞു, ഏയ് അതൊരിക്കലും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞു, അത് ഞാനിപ്പോൾ മദറിൻ്റെ അടുത്ത് പോയിട്ടാണ് വരുന്നത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിക്കും? ഇത്ര ഒരു വലിയൊരു ബുക്ക്, ഏതാണ്ട് ബൈബിളിൻ്റെ അത്രയില്ല, അതിൻ്റെ 3/4 ഭാഗത്തോളം വലുപ്പമുള്ള ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി. ഇപ്പം എന്നെ ആ ബുക്ക് കാണിച്ചിട്ട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ അതിൻ്റെ അവസാന താളുകളിലാണ് അത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഭാഗം ഞാൻ വായിച്ചപ്പോൾ അതിൽ ഒരു സ്ഥലത്തും മദറിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. നീ പറയുന്ന നിമിഷത്തിൽ ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന വരികൾ മദർ തെരേസയെക്കുറിച്ചാണ്. എന്നിട്ട് എനിക്കത് കാണിച്ചു തന്നു. അതുകൊണ്ടാണ് അവരിത് വിശ്വസനീയമല്ല എന്നെൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്നാൽ ഞാനൊന്ന് പോയി നോക്കാം. ഞാൻ പറഞ്ഞു, പോയി നോക്ക്. ഉടനെ ആ പുസ്തകം അടച്ചു വെച്ച് അവരവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അങ്ങനെ എൻ്റെ സഹയാത്രിക എഴുന്നേറ്റ് പോയി. കുറച്ച് കഴിഞ്ഞ് അവൾ തിരിച്ചു വന്നു. കാരണം അവൾ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞത്, അവിടേക്ക് കടക്കാൻ നിവൃത്തിയില്ലാതെ അത്രമാത്രം ആളുകൾ അവിടെ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് ഇവൾക്ക് അവിടെ സമയം കിട്ടിയില്ല. ഒത്തിരി പേര് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ പോവാം എന്ന് പറഞ്ഞാണ് അവൾ തിരിച്ചു വന്നത്. ഞാൻ പോകുമ്പോൾ അവിടെ ആരുമില്ലായിരുന്നു. ആരുമില്ലായിരുന്നു. എനിക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചതാണ്. അങ്ങനെ 1-ാം പ്രമാണം എന്താണെന്ന് ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കാനായിട്ട്. ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല. ഞാനാണ് നിൻ്റെ ദൈവം. ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നുള്ള 1-ാം പ്രമാണം ദൈവം എന്നെ ഈ യാത്രയിൽ, ജീവനുള്ള ദൈവം എൻ്റെ ഹൃദയത്തിൽ എഴുതി വെച്ചു. മനപ്പാഠം പഠിച്ചതല്ല, അത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ദൈവത്തിൻ്റെ അനശ്വരതയും മനുഷ്യൻ്റെ നശ്വരതയും ഈ ചോദ്യത്തിലൂടെ ദൈവം എന്നെ പഠിപ്പിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടിയത് ഈ പ്ലെയിനിലെ യാത്രയിൽ വെച്ചാണ്. ഉന്നതത്തിൽ നിന്ന് കൈനീട്ടി അവിടെ തന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് അവിടെ തന്നെ പൊക്കിയെടുത്തുവെന്ന് സങ്കീർത്തനയിലൂടെ പാടുന്നുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞു. ആകാശത്തിൽ വെച്ച്, പ്ലെയിനിൽ വെച്ചാണ് ദൈവത്തിൻ്റെ കരങ്ങൾ എന്നെ വാരിയെടുത്തത്. ദൈവത്തിലേക്ക് എൻ്റെ ദൃഷ്ടി ഉയർത്തിയത് അവിടെ വെച്ചാണ്. അതുപോലെ എനിക്കുണ്ടായ കഷ്ടതകൾ, ഒത്തിരിയേറെ കഷ്ടതകളിലൂടെ കടന്നു പോയപ്പോഴാണ് ഒരു തരത്തിലും എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതാവസാനം വരെ ഒരുമിച്ച് ജോലിയെടുത്ത് ജീവിച്ചാലും ഈ കടബാധ്യതയിൽ നിന്ന് മോചനം ഉണ്ടാകില്ല. അത്രമാത്രം കഷ്ടങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ഫൈനാൻഷ്യൽ ക്രൈസിസ് ദൈവം എന്നെ പഠിപ്പിച്ചുവെന്ന് എനിക്കിപ്പോഴും മനസ്സിലായി. ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി. 1000 പൊൻവെള്ളി നാണയങ്ങളെക്കാൾ അങ്ങയുടെ വചനത്തിൽ നിന്ന് പുറപ്പെടുന്ന നിയമമാണ് എനിക്ക് അഭികാമ്യം. ഇതും സങ്കീർത്തകൻ പാടുന്നതാണ്. അതും എൻ്റെ ജീവിതത്തിൽ, അതെല്ലാം ദൈവം നന്മയ്ക്കായിരുന്നു. ദൈവം എൻ്റെ ആത്മാവിനെ നേടാൻ വേണ്ടിയായിരുന്നു ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചത്. ഇന്നും അന്നു മുതൽ ഇന്ന് ഈ നിമിഷം വരെ, ഈ സംസാരിക്കുന്ന നിമിഷം വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലുകൾ തിരിച്ചറിയാൻ, ദൈവം നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. പക്ഷെ അന്ന് മുതലേ അത് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ വീണു പോകുന്നുണ്ട്, അപ്പോഴും ദൈവം പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. പക്ഷെ ദൈവത്തിൻ്റെ കരം കൂടെയുണ്ടെന്നും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിച്ചു. നമുക്ക് അതുപോലെ ഇത് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും അത് ദൈവത്തിലൂടെ കാണാനായിട്ട് ദൈവം അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. അനേകരോട്
ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ, ദൈവസ്നേഹം അനുഭവിക്കാൻ, നമ്മുടെ ഈശോ പഠിപ്പിച്ച ആ പ്രാർത്ഥനയിലുള്ളതുപോലെ നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിന് അറിയാം. ദൈവം അതെല്ലാം നിറവേറ്റി തരും. ഓരോ നിമിഷങ്ങളും ദൈവം നിറവേറ്റി തരുന്നുണ്ട്. ഈ 4 കൊല്ലം വളരെ പെട്ടെന്ന് ചുരുക്കി ദൈവം അത് 1 വർഷം പോലും എടുത്തില്ല. 222 ദിവസം മാത്രമാണ് ഞങ്ങൾ വേറിട്ട് നിന്നത്. എൻ്റെ ജീവിത പങ്കാളിക്ക് എൻ്റെ അടുത്തേക്ക് വരുവാനും ജോലി തുടങ്ങാനും എല്ലാം ദൈവം അനുവദിച്ചു. ഇതൊന്നും ഞാൻ പ്രാർത്ഥിച്ചതല്ല. കാരണം എൻ്റെ പ്രാർത്ഥന ദൈവമേ എന്നുള്ള വിളിയായിരുന്നു. പിന്നീട് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുകയായിരുന്നു. ബാക്കിയുള്ളതെല്ലാം ദൈവം, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്ന പിതാവ് എൻ്റെ നന്മയ്ക്കുള്ളതെല്ലാം എനിക്ക് നടത്തി തന്നു. എല്ലാം വഴി നടത്തി തന്നുകൊണ്ടിരിക്കുന്നു.